ഹലോ, എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. ഞാൻ ഈ നാട്ടിൽ വരുന്ന സമയങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു ദിവസം കൃപാസനം പള്ളിയിൽ ഞാനും എൻ്റെ ഫാമിലിയും പോകാറുണ്ട്. അങ്ങനെ ഈ തവണയും സെംബ്രയ്ക്ക് കിട്ടി, 6ാമത്തെ സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് സെംബ്രയ്ക്ക് കിട്ടി ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്ന സമയമാണ്. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ വെളുപ്പിന് തന്നെ കൃപാസനം പള്ളിയിലേക്ക് പോയി. എന്തിനാ രാവിലെ പോകുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വെളുപ്പിനെ പോവുകയാണെങ്കിൽ തിരിച്ചു വരാൻ എളുപ്പമായിരിക്കും, അധികം തിരക്കുണ്ടാവുകയില്ല എന്ന് കരുതിയാണ് ആ സമയത്ത് പോകുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ അന്ന് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച സത്യത്തിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. 6 മണിയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. 6 മണിക്ക് അവിടെ എത്തിയപ്പോഴും ആൾക്കാർ അതിനകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിറയെ കസേരകളൊക്കെ നിറയുന്നു. നമുക്ക് കാണുമ്പോൾ തോന്നി, ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി. വെളുപ്പിന് 6 മണി ആയേ ഉള്ളൂ, അപ്പോഴേ കൃപാസനം പള്ളിയിൽ ഇത്രയും അധികം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെ ഒരു വലിയൊരു ഉദാഹരണമാണ്, ഒരു തെളിവാണത്. അവിടെ മാതാവിൻ്റെ അത്ഭുതം നടക്കുന്നു എന്നതിന് ഒരു വലിയൊരു തെളിവാണത്. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫാമിലികളെ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു, മാതാവിനോട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വരവിനായിരിക്കും ഞാൻ വീണ്ടും കൃപാസനം പള്ളിയിലേക്ക് വരുന്നത്. അപ്പോൾ നാട്ടിൽ നിങ്ങളവിടെ ഉള്ളവരൊക്കെ കൃപാസനം അമ്മേനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആലപ്പുഴയിൽ കൃപാസനം പള്ളിയിൽ പോകേണ്ടതാണ്. കാരണം നമുക്ക് അത്രയ്ക്ക് അനുഗ്രഹം അമ്മയോട് പ്രാർത്ഥിച്ചാൽ കിട്ടും, ഒരു ധൈര്യം നമുക്ക് കിട്ടും. പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കും, എന്ത് വിഷമമുണ്ടെങ്കിലും അത് അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മ നടത്തി തരും. ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. ആലപ്പുഴയിലാണ് ഈ കൃപാസനം പള്ളി ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ വരാൻ പറ്റാതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. ആഗ്രഹിച്ചിട്ടും വരാൻ പറ്റാത്തവർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്തുകളിൽ നിന്ന് ഇങ്ങനെ ബസ് യാത്രയൊക്കെയുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കും എത്രയും പെട്ടെന്ന് കൃപാസനം അമ്മയുടെ അങ്ങോട്ട് എത്താവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.